ഈ വീഡിയോയിൽ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് ഉക്രൈൻ ഒരു ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് റഷ്യയ്ക്കുള്ളിൽ. റഷ്യ കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് തന്നെ നല്ല രീതിയിലുള്ള ആക്രമണം ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യ കുറച്ചുകൂടെ ലാൻഡ് കയറി പിടിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു 4 പ്രൊവിൻസുകളാണ് അവർ കൈയടക്കി വെച്ചിരുന്നത്. ഈ മാപ്പിൽ കാണിക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള ഒരു 4 പ്രൊവിൻസുകൾ കൂടി റഷ്യ കയറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ക്ലിയർ ആയിട്ടുള്ള ലാൻഡ് ഡോമിനൻസ് റഷ്യ ഉറപ്പുവരുത്തുന്ന ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഉക്രൈൻ വളരെ കൃത്യമായിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള മിഷൻസ് റഷ്യക്കുള്ളിൽ നടപ്പാക്കിയിരിക്കുന്നത്. ഇതിൽ റഷ്യക്കുണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ബില്യൺ കണക്കിന് ഡോളേഴ്സ് വരും. കണക്ക് നോക്കിക്കഴിഞ്ഞാൽ റഷ്യക്ക് ഉണ്ടായ നഷ്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് റഷ്യയുടെ 40 ഫൈറ്റർ ജെറ്റുകൾ ഉക്രൈൻ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും റഷ്യ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉക്രൈൻ നടത്തിയ ഒരു ആക്രമണമാണ്. ഇനി ഉക്രൈൻ മാത്രം ഒറ്റയ്ക്ക് ഒരു ആക്രമണം നടത്തിയോ എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ശരിക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇസ്രായേലാണ് ഈ ഒരു ഇടപെട്ട കാലത്ത് ഹിസ്ബുള്ളയ്ക്ക് നേരെ ഒരു സീക്രട്ട് മിഷൻ എന്നുള്ള നിലയിൽ ഒരു പേജർ അറ്റാക്ക് എക്സിക്യൂട്ട് ചെയ്തത്. അതേപോലത്തെ അതിന് സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഉക്രൈൻ റഷ്യക്കുള്ളിൽ കാഴ്ചവെച്ചത്. ശരിക്കും വളരെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങൾ കുറച്ചായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ 40 ഫൈറ്റർ ജെറ്റുകളിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ന്യൂക്ലിയർ ബോംബ് ക്യാരി ചെയ്യാനുള്ള എയർക്രാഫ്റ്റുകൾ വരെ ഉക്രൈൻ അടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുകയാണ് റഷ്യയുടേത്. റഷ്യക്ക് ഇത് ഒരു വൻ നഷ്ടമാണ്. ഇതിൻ്റെ തലേ ദിവസം റഷ്യയുടെ ഉള്ളിൽ കേഴ്സ്ക് റീജിയനിലൊക്കെ റെയിൽവേ പാലങ്ങൾ അതേപോലെ 2-3 സ്ഥലത്ത് ശരിക്കും 3 സ്ഥലത്ത് കൃത്യമായി ടാർഗറ്റ് ചെയ്ത് 3 റെയിൽവേ ട്രാക്കുകൾ ഉൾപ്പെടെയുള്ള റെയിൽവേ പാലങ്ങൾ അടിച്ച് തകർത്തിട്ടുണ്ടായിരുന്നു ഉക്രൈൻ. അപ്പോൾ ഇതുപോലെ വളരെ നിർണായകമായിട്ടുള്ള ടാർഗറ്റഡ് മിഷൻസ് ആണ് ഉക്രൈൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു മിഷൻ ഈ 40 ഫൈറ്റർ ജെറ്റുകൾ എങ്ങനെയാണ് ഉക്രൈൻ റഷ്യക്കുള്ളിൽ കയറി അറ്റാക്ക് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ 5 എയർ ബേസുകളാണ് ഇവർ ടാർഗറ്റ് ചെയ്തത്. ഈ എയർ ബേസുകളിൽ പാർക്ക് ചെയ്ത് വെച്ചിരുന്ന എയർക്രാഫ്റ്റുകളാണ് ഉക്രൈൻ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇവർ റഷ്യക്കുള്ളിൽ ഉക്രൈൻ 5 എയർ ബേസുകളിൽ എത്തിപ്പെട്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ എയർ സ്ട്രൈക്ക് ആണോ നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ശരിക്കും 1.5 വർഷം കൊണ്ട് ഈ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ് ഉക്രൈൻ്റെ സ്പൈ ഏജന്റുകൾ റഷ്യക്കുള്ളിൽ വർഷങ്ങളായിട്ട് തന്നെ ഉണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽസിനെയൊക്കെ റഷ്യക്കുള്ളിൽ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച വരെ വ്ളാഡിമിർ പുടിൻ്റെ ചോപ്പർ വരെ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലുപരിയായിട്ട് നമ്മുടെ വാർത്തകൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ട വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റഷ്യയുടെ ന്യൂക്ലിയർ സൈറ്റുകൾ, കൃത്യമായിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ ഉള്ള സൈറ്റുകൾ, ഇത് സ്റ്റോറേജ് സൈറ്റുകൾ, ഇതൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളൊക്കെ ഹാക്കേഴ്സിനെ വെച്ച് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഡിസ്ക്ലോസ് ചെയ്തിരുന്നു. ഈ സീക്രട്ട് സ്ഥലങ്ങളൊക്കെ, റഷ്യയുടെ സീക്രട്ട് സ്പോട്ടുകളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിരുന്നു, സോഷ്യൽ മീഡിയസിലൊക്കെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന സ്ഥലങ്ങളിലൊക്കെ ന്യൂക്ലിയർ ആയുധങ്ങൾ റഷ്യ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ള സ്പോട്ടുകളൊക്കെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ സൂചനയായിട്ട് കരുതണമായിരുന്നു റഷ്യ വളരെ കെയർലെസ് ആയിട്ടാണ് ഈ കാര്യം ഡീൽ ചെയ്തത്. അപ്പം ഈ ഒരു വിഷയം നടന്നിരിക്കുന്നത് ശരിക്കും അമേരിക്കയും റഷ്യയുമായിട്ടുള്ള ആ ഒരു സംസാരം, നെഗോസിയേഷൻ, ഇതെല്ലാം ഇപ്പോൾ സ്റ്റോപ്പ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു ആക്രമണം ഉക്രൈൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഉക്രൈൻ മാത്രം തനിയെ ഇത് എക്സിക്യൂട്ട് ചെയ്തതാണോ, ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ അമേരിക്കയുടെ കരങ്ങളുണ്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ നാറ്റോയുടെ കരങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട വിഷയങ്ങളാണ്. റഷ്യക്ക് ഉണ്ടായ ഏറ്റവും വലിയൊരു ഇൻ്റലിജൻസ് വീഴ്ചയായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. ഞാൻ കാണിക്കുന്ന ഈ ഒരു മാപ്പിൽ നിങ്ങൾ ടോപ്പിൽ നോക്കിക്കോ, ആ ഫിൻലാൻഡിൻ്റെ ആ ഒരു സൈഡിൽ കിടക്കുന്ന ആ ഒരു കോർണറിൽ 2 ലൊക്കേഷൻസ് റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 ലൊക്കേഷനും റഷ്യയുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന സ്പോട്ടുകളാണ്. ആ സ്പോട്ടിലുണ്ടായിരുന്ന എയർബേസിൽ TU-95 കാറ്റഗറിയിൽ വരുന്ന ഫൈറ്റർ ജെറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ TU-95 എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ വെപ്പൺ ക്യാരി ചെയ്ത് കൊണ്ടുപോയി ഡിപ്ലോയ് ചെയ്യാൻ പാകത്തിനുള്ള ഫൈറ്റർ ജെറ്റുകളാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫൈറ്റർ ജെറ്റുകൾ ഉക്രൈൻ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മോസ്കോയുടെ അടുത്തായിട്ട് അതിൽ നിന്നും കുറച്ച് നീങ്ങി വരുമ്പോഴത്തേക്കും താഴോട്ട് മോസ്കോയുടെ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 എയർബേസുകൾ, ഈ 2 എയർബേസുകളും
ഉക്രൈൻ അടിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഫൈറ്റർ ജെറ്റുകളും അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങ് അറ്റത്ത് കോർണറിൽ നോക്കിക്കോളൂ, മംഗോളിയയുടെ തൊട്ട് മുകളിൽ കിടക്കുന്ന ആ ഒരു റഷ്യയുടെ സ്ഥലത്ത് റഷ്യക്ക് ഒരു ബേസ് ഉണ്ട്. ആ ബേസും അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഉക്രൈൻ ഏതാണ്ട് 5000+ കിലോമീറ്റർ താണ്ടിയാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. 5000 കിലോമീറ്റർ റീച്ച് ചെയ്ത് അറ്റാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉക്രൈൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ, ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഉക്രൈൻ ഈ ഒരു ഓപ്പറേഷൻ അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതൊരു കവേർട്ട് ഓപ്പറേഷൻ ആണ്. ഉക്രൈൻ്റെ ബോർഡറിൽ നിന്നും 5800 കിലോമീറ്റർ ആണ് ഈ മംഗോളിയ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിന്റെ ആ ഒരു അറ്റത്ത്, റഷ്യയുടെ ഈ ഒരു എൻഡിൽ കിടക്കുന്ന ആ വ്ളാഡിവസ്റ്റോക്ക് ആ ഒരു ഭാഗത്ത് ആ ഒരു എൻഡിൽ കിടക്കുന്ന ആ ഒരു സ്ഥലത്തുള്ള ബേസിനുള്ള ഡിസ്റ്റൻസ്. ഇനിയിപ്പോൾ ഇവർ എങ്ങനെയാണ് ഈ ഒരു ഓപ്പറേഷൻ നടപ്പിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറേ കാലം കൊണ്ടേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇവർ 5-6 ട്രക്കുകൾ, ട്രെയിലർ ട്രക്കുകൾ, അതിനകത്ത് കണ്ടെയ്നർ, ആ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഇവർ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം തന്നെ AI സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ കൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് റഷ്യക്കുള്ളിൽ കടന്നു കയറി പാർക്ക് ചെയ്യുക. പാർക്ക് ചെയ്തിട്ട് ഈ കണ്ടെയ്നറിന്റെ മേൽവശം ഇങ്ങനെ ഓപ്പൺ ആയി വരും. ഇതെല്ലാം തന്നെ റിമോട്ട്ലി ആക്സസബിൾ ആണ്. അപ്പം ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് എല്ലാം റിമോട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ നമ്പർ ഓഫ് ഡ്രോൺസിന്റെ കളക്ഷനോട് കൂടിയാണ് ഈ ഒരു കണ്ടെയ്നർ പോകുന്നത്. അപ്പോൾ ഇതിന്റെ മേൽവശം ഇങ്ങനെ റിമോട്ട്ലി ഓപ്പൺ ചെയ്തിട്ട് ഇവർ ഓരോ ഡ്രോൺസ് ആയിട്ട് ഡിപ്ലോയ് ചെയ്യുകയാണ് ചെയ്തത്. റിമോട്ട്ലി ഡിപ്ലോയ് ചെയ്തു, ഇല്ലെങ്കിൽ ഓട്ടോ പ്രോഗ്രാം ചെയ്ത് വെച്ചോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. പക്ഷേ ഡ്രോൺ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിന്നും. ഓരോ ഡ്രോണിനും 3 to 5 minutes ഡിലേ ടൈമാണ് സെറ്റ് ചെയ്തിരുന്നത്. ഇങ്ങനെ ഒരു ഡ്രോൺ പോയതിനു ശേഷം 3 മുതൽ 5 മിനിറ്റിനകത്ത് അടുത്ത ഡ്രോൺ ഡിപ്ലോയ് ആവും. ഈ രീതിയിലാണ് ഈ ഒരു ഡ്രോൺ ഡിപ്ലോയ്മെന്റ് അവർ നടത്തിയത്. എങ്ങനെയാണ് റഷ്യക്കുള്ളിൽ സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്ത് ഈ ഒരു കണ്ടെയ്നേഴ്സ് റഷ്യയുടെ ബോർഡർ കടന്ന് ഇവർ റഷ്യക്കുള്ളിൽ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഡെമോ പ്രാക്ടീസ് 5-6 തവണ ഇതിനു മുമ്പ് ഉക്രൈൻ നടപ്പിലാക്കി അവർ വിജയകരമായിട്ട് ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇവർ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നറുകൾ കൃത്യമായിട്ട് കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ട് റഷ്യക്ക് ഉള്ളിൽ നിന്നും ആ ഒരു ലൊക്കേഷന്റെ പ്രോക്സിമിറ്റിയിൽ നിന്നാണ് ഈ ഒരു ഡ്രോൺ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ഫൂട്ടേജസ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഈ രീതിയിലാണ് ഉക്രൈൻ റഷ്യയുടെ മേളിൽ നടത്തിയ ഈ ഒരു ആക്രമണം. അത് ഇനിയും തുടരെ റഷ്യക്ക് മേളിൽ ഇങ്ങനെ ഉക്രൈന് ഒരു ആധിപത്യം നേടുന്ന രീതിയിലുള്ള ആക്രമണം നടത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉക്രൈൻ ഇതേപോലത്തെ പ്രീ പ്ലാൻഡ് മിഷൻസ് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് നടത്താൻ കഴിയും. അല്ലാത്ത പക്ഷത്തിൽ അവർക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ നടത്താൻ കഴിയില്ല. പക്ഷേ ഈ ഒരു മിഷൻ ഇത് വളരെ വലിയൊരു മിഷനാണ്. ഉക്രൈന് കിട്ടിയ വലിയൊരു സക്സസ് ആയിട്ട് തന്നെ ഇത് കരുതപ്പെടും. ആ രീതിയിലുള്ള ഒരു മിഷനാണ് ഉക്രൈൻ ഇപ്പോൾ റഷ്യക്കുള്ളിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഗ്ലോബൽ ലെസൺ ആണ്. ഈ ഒരു മോഡേൺ വാർഫെയർ യുഗത്തിൽ ഏത് രീതിയിൽ യുദ്ധങ്ങൾ മുന്നോട്ട് പോകുന്നു, എങ്ങനെയാണ് ടെക്നോളജി ഈ യുദ്ധത്തിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ലെസൺ ആണ്. ഇന്ത്യക്കൊക്കെ ഇതിനകത്ത് നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ശത്രു രാജ്യം നമ്മുടെ അടുത്തുണ്ട്. അവർ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യക്കുള്ളിൽ ഇതേപോലത്തെ ഇൻഫിൽട്രേഷൻ ചെയ്യാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അതായത് ഒരു വിഷയം ലോകത്ത് നടക്കുമ്പോഴത്തേക്കും അതിനെ 2 തരത്തിലുള്ള ആൾക്കാർ മോണിറ്റർ ചെയ്യും. തീവ്രവാദികളും അതിനെ കണ്ട് പഠിക്കും, അതേപോലെ രാജ്യങ്ങളും ഇതിനെ കണ്ട് വിലയിരുത്തും, രാജ്യത്തുള്ള ആർമികളും ഇതിനെക്കുറിച്ച് വിലയിരുത്തും. അപ്പോൾ 2 സൈഡിലുള്ള ആൾക്കാരും ഇതിനെ മോണിറ്റർ ചെയ്ത് ഇതുപോലത്തെ ഒരു മിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സുതാര്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് പഠിച്ച് മനസ്സിലാക്കി ടെക്നോളജി അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തുർക്കിയിൽ വെച്ചിട്ട് റഷ്യയും ഉക്രൈനും തമ്മിൽ ഒരു ചർച്ച അവർ മുന്നെടുക്കുന്നുണ്ട്. ആ ചർച്ചയിൽ, ഇന്ന് നടന്ന ചർച്ചയിൽ പറഞ്ഞ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, ഉക്രൈൻ അവരുടെ പോയിന്റ്സ് വളരെ വ്യക്തമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലങ്ങളൊന്നും അവർക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നാണ് ഉക്രൈൻ പറയുന്നത്. അതായത് ഈ രീതിയിൽ ശക്തമായ ഒരു ആക്രമണം നടത്തിയിട്ടാണ് ഈ വക ഡിമാൻഡ്സ് ഒക്കെ വെക്കുന്നത്. അവർ ഇതുവരെ പിടിച്ചു വെച്ചിരുന്ന 4 പ്രൊവിൻസുകൾ ഒഴികെ വീണ്ടും അധികമായിട്ട് 4 പ്രൊവിൻസുകൾ കയറി പിടിച്ചിട്ടുണ്ട്. ഈ ഡിമാൻഡ് റഷ്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതായത് റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ഞങ്ങളുടേതാണ്, ഇനി ഞങ്ങൾക്ക് ഇത് തരാനില്ല എന്നാണ് റഷ്യ പറയുന്നത്. അതിലുപരിയായിട്ട് ഉക്രൈൻ വീണ്ടും ഡിമാൻഡ് ചെയ്യുന്നത്, അതായത് നിങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലങ്ങൾ വിട്ടുതരണം, റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ ഡാമേജസിന് കോമ്പൻസേറ്റ് ചെയ്യണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് നഷ്ടപരിഹാരം കൊടുക്കണമെന്നും കൂടെ പറയുന്നുണ്ട്. അങ്ങനെ റഷ്യ നഷ്ടപരിഹാരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ള രാജ്യങ്ങളൊക്കെ കൂടി ചേർന്ന് റഷ്യയുടെ കുറേ പൈസ സ്വരുക്കൂട്ടിയെടുത്ത് ഇല്ലീഗലായിട്ട് ഉക്രൈൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആ പൈസ ഉക്രൈൻ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യം കൂടി ഇവിടെ വരുന്നുണ്ട്. കാരണം 2 സൈഡ് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ വരും. ഇതിനകത്ത് തികച്ചും റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ഇപ്പം നിലവിൽ പെട്ടെന്നൊരു മീഡിയേഷനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സീസ് ഫയറിനോ സാധ്യത ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു യുദ്ധം ഇനി കുറച്ച് നാൾ കൂടെ തുടർന്ന് മുന്നോട്ട് പോകും. ആ ഒരു സാഹചര്യമാണ് തുടരുന്നത്.
ഇനിയിപ്പം ഉക്രൈൻ നടത്തിയ ആക്രമണം അതിഭീകരമായ ആക്രമണമാണ്, അല്ലെങ്കിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നടത്തിയ ഒരു അപ്രോച്ചാണ്. അപ്പൊ ഇനിയിപ്പം റഷ്യക്ക് ഇത്രയും ഡാമേജ് ഉണ്ടായി, 40ഓളം എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ടു, നിർണായകമായിട്ടുള്ള 5 എയർബേസുകൾ ഡാമേജ് ആയിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ട്രംപ് ഇനി ഏത് രീതിയിൽ മീഡിയേഷൻ ചെയ്യാൻ വരും, ട്രംപ് ഇനി എങ്ങനെയാണ് ഇതിനെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, ഏത് രീതിയിലാണ് ഉക്രൈനെ ഇനി അഡ്രസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഇനി നമുക്ക് കണ്ടറിയേണ്ട വിഷയങ്ങളാണ്. അപ്പൊ ഈ വിഷയം ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഒരു വിഷയം കൂടി നമുക്ക് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതായത് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഫോറിൻ പോളിസി നമ്മൾ ഒരിക്കലും ഒരു രാജ്യത്തിനെതിരെ നമ്മൾ കൊണ്ടുപോകാൻ കഴിയില്ല. ഡിപ്ലോമസി എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നമുക്ക് നിങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യരുത് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അമേരിക്ക തുടരെ അവരുടെ താല്പര്യം പാകിസ്ഥാനിനുള്ളിൽ സംരക്ഷിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ട് പാകിസ്ഥാനിനുള്ള അഗാധമായ ബന്ധം. അപ്പൊ ഈ ഒരു ബന്ധം ഏതെങ്കിലും വിധേന പാകിസ്ഥാനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്താൽ കൊള്ളാം, സീപെക് കോറിഡോറിനെ തകർത്താൽ കൊള്ളാം എന്നൊക്കെ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. ചൈനയെ ചെറുക്കാൻ കിട്ടുന്ന ഒരവസരവും അമേരിക്ക പാഴാക്കാൻ തീരുമാനിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ അമേരിക്കയെ കുറിച്ച് ഇത്രമാത്രം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്ക ഇതിനു മുമ്പ് ഇന്ത്യയുമായിട്ട് പാകിസ്ഥാൻ ഒരു കോൺഫ്ലിക്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ തന്നെ 1.4 ബില്യൺ IMF ഫണ്ട് പാസ്സാക്കി കൊടുത്തത്. അതിനും അമേരിക്കയുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു രീതിയിലുള്ള എതിർപ്പും ഉണ്ടായിട്ടില്ല. IMF ഒരു സെപ്പറേറ്റ് ബോഡിയാണെന്ന് പറഞ്ഞാലും അത് പ്രവർത്തിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയുടെ നിർദ്ദേശത്തിന് ഒത്തും അമേരിക്കയുടെ സാങ്ഷൻസ് ഒക്കെ കണക്കാക്കിക്കൊണ്ടാണ് IMF ലോൺ കൊടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പാകിസ്ഥാന് ലോൺ കൊടുത്തത് അമേരിക്കയുടെ അവയർനെസ്സോട് കൂടി തന്നെയാണ്. അതുപോലെ ഇപ്പം വേൾഡ് ബാങ്ക് പറഞ്ഞിരിക്കുകയാണ് 40 ബില്യൺ പാകിസ്ഥാന് കൊടുക്കാൻ തയ്യാറാണ്. അതായത് വരുന്ന 10 വർഷം കൊണ്ട് 2025 മുതൽ 2036 ബില്യൺ $US പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് ലോൺ കൊടുക്കാൻ തയ്യാറാണെന്ന് വേൾഡ് ബാങ്ക് പറഞ്ഞിരിക്കുകയാണ്. ഇതിന് അമേരിക്ക അപ്രൂവലും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതായത് നമ്മളുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് നമ്മളുടെ മാത്രമാണ്. മറ്റൊരു രാജ്യം അതിനു വേണ്ടിയിട്ട് കുട പിടിക്കും അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യും ഇങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം 4 ബില്യൺ വളരെ സുഖമായിട്ട് പാകിസ്ഥാൻ വേൾഡ് ബാങ്കിൽ നിന്ന് സ്വന്തമാക്കും. ഇപ്പം കഞ്ഞിക്ക് വകയില്ലാതെ കിടക്കുന്ന പാകിസ്ഥാന് ഒരു വർഷം 4 ബില്യൺ എന്നൊക്കെ പറയുന്നത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. അത് വെച്ച് അവർക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകാൻ കഴിയും. ഇനിയും അവിടുത്തെ രാഷ്ട്രീയക്കാരും അവിടുത്തെ ആർമിയും നല്ല തിന്ന് കൊഴുക്കാൻ ഭാഗത്തിന് നല്ല രീതിയിൽ വേൾഡ് ബാങ്ക് അവരെ തീറ്റിപ്പോറ്റും. ഇത് നമ്മൾ പറയാതെ പോകാൻ വയ്യ. അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ എത്രമാത്രം പവർഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് വന്നു എങ്കിലും അത് ഇന്ത്യയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട വിഷയമാണ്. ആ ഒരു ഓപ്പറേഷൻ സിന്ദൂറിനെ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ ആയുധക്കച്ചവടമുണ്ട്, നമ്മളുടെ ഡിഫൻസ് മേഖലയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഡെവലപ്മെന്റ്സ്, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, ആത്മനിർഭർ ഭാരത്, ഇതുപോലത്തെ പല പരിപാടികളുണ്ട്. ഇന്ത്യയുടെ വെപ്പൺസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യേണ്ട പല പദ്ധതികളുണ്ട്. അതിനൊക്കെ എതിരെയാണ് ഈ CDS മിസ്റ്റർ അനിൽ ചൗഹാൻ പോയിട്ട് കലമുടച്ചത്. കാരണം നമ്മൾ പാകിസ്ഥാനെ കുറിച്ച് ഇത്രമാത്രം വറിയിടാവേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൈഫുള്ള കസൂരിയെ പൂക്കൾ വിതറിയാണ് പാകിസ്ഥാനിൽ ഇപ്പോഴും ആൾക്കാർ സ്വീകരിക്കുന്നത് എവിടെ പോയാലും. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, ഇന്ത്യയിലെ പഹൽഗാം ആക്രമണം നടത്തിയതിന്റെ മുഖ്യ സൂത്രധാരൻ എന്നുള്ള നിലയിലാണ് ഈ സൈഫുള്ള കസൂരി അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ ഇന്ത്യയിലുള്ള ഡെലിഗേഷൻ ടീംസ് ഗ്ലോബലി തന്നെ നടന്നു തിരിഞ്ഞ് നമ്മൾ കാണിക്കുന്ന ഇമേജുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ മൃതദേഹത്തിൽ പാകിസ്ഥാന്റെ ഫ്ലാഗ് ഇട്ടുകൊണ്ട് അതിനു മുമ്പ് സൈഫുള്ള കസൂരി പോലത്തെ ആൾക്കാരെയൊക്കെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഈ പാകിസ്ഥാന്റെ പട്ടാളം അതിന് പിന്തുണ നൽകുന്ന, അതിന് സല്യൂട്ട് കൊടുക്കുന്ന രംഗങ്ങളൊക്കെയാണ് പാകിസ്ഥാന്റെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നത്. അപ്പൊ ഇതേപോലത്തെ പിക്ചേഴ്സ് ഒക്കെ എടുത്ത് നമ്മൾ ഗ്ലോബലി തന്നെ തീവ്രവാദികൾക്കെതിരെ ഒരു നല്ലൊരു സപ്പോർട്ട് നമ്മൾ ഗെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം ഇന്ത്യ കടന്നു വെക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇതേപോലത്തെ തീവ്രവാദികൾക്കൊക്കെ പൂക്കൾ വിതറി പാകിസ്ഥാന്റെ ഉള്ളിൽ ആൾക്കാരെ ആനയിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലത്തെ പഹൽഗാം അറ്റാക്കുകൾ ഇന്ത്യക്കുള്ളിൽ ഇനിയും നടക്കും. അതിന്റെ സൂചനയാണ് തീവ്രവാദികൾക്ക് പൂക്കൾ വിതറിയുള്ള സ്വീകരണം പാകിസ്ഥാൻ കൊടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതായത് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ അല്ല, ഇനിയും പല ഓപ്പറേഷൻ സിന്ദൂറുകൾ നടത്തേണ്ടി വരും. അതാണ് ഇതിലുള്ള സൂചന. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്രമാത്രം കോഷ്യസ് ആയിട്ട് പെരുമാറണം, അമേരിക്കയുമായിട്ടൊക്കെ കർശനമായ നടപടികൾ സ്വീകരിച്ച് ഇന്ത്യയുടെ ഫോറിൻ പോളിസി കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കണം ഈ അമേരിക്കയുമായിട്ടൊക്കെ. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ ഒരുപാട് ബാക്ക് ഫയർ നടക്കുന്നുണ്ട്. ട്രംപ് ലിബറേഷൻ ഡേ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ആ താരിഫ് പ്രഖ്യാപിച്ച ഏപ്രിൽ 2-ാം തീയതി ഉണ്ടല്ലോ, ആ 2-ാം തീയതിയോടുകൂടി നടന്ന ആ ഒരു വിഷയം ശരിക്കും ഇന്ന് അമേരിക്കയ്ക്കുള്ളിൽ ബാക്ക് ഫയർ ആവുന്നുണ്ട്.
ഈ അമേരിക്കയ്ക്കുള്ളിൽ ബാക്ക് ഫയർ ആകുന്ന ഈ ഒരു താരിഫിന്റെ വിഷയം ഞാൻ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഇന്ത്യക്കുള്ളിൽ ഇതുവരെ പാകിസ്ഥാൻ ഇന്റലിജൻസിന് വേണ്ടിയിട്ട് ചാരപ്പണി എടുത്ത 42 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്കുള്ളിലുള്ള ഇതേപോലത്തെ ചാരന്മാർ, ഈ ചാരന്മാർ ഉക്രൈന്റെ ചാരന്മാർ റഷ്യക്കുള്ളിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ പാകിസ്ഥാൻ ചാരന്മാർ ഇന്ത്യക്കുള്ളിലും ഉണ്ട്. അതുകൊണ്ടാണല്ലോ 42 പേരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഇനി എത്ര എണ്ണം ഉണ്ട്, എത്ര പേര് ISIയുടെ പൈസ പറ്റി ജീവിക്കുന്നുള്ളത് നമ്മൾ കണ്ടറിയണം. സോഷ്യൽ മീഡിയയൊക്കെ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഇന്ത്യ കുറച്ചുകൂടെ സൈബർ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇതേപോലെ സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ ഇടുന്ന ആൾക്കാരെ കൃത്യമായി തെരഞ്ഞു പിടിച്ച് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പരിശോധിച്ച് ഇവർക്ക് 2 എണ്ണം കൊടുക്കേണ്ടത് കൊടുത്ത് ഇവരാരുടെ സ്പൈ ആണെന്നുള്ളത് കൃത്യമായിട്ട് മുൻകൂട്ടി തന്നെ കണ്ടറിഞ്ഞ് ഇവരെയൊക്കെ പൊക്കി അകത്തിടാനുള്ള മാർഗം ഇന്ത്യ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ, കാരണം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ടെക്നോളജിക്കൽ ക്രൈം വളരെയധികം വർദ്ധിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തോട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ തടഞ്ഞു നിർത്തണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു മേഖലയിൽ നടത്തണം. ചെറിയ തോതിലെങ്കിലും ഇന്ത്യക്കെതിരെ പോസ്റ്റ് ഇടുന്നവൻ, ഇന്ത്യക്കുള്ളിൽ ഇരുന്നുകൊണ്ട് പോസ്റ്റ് ഇടുന്നവന്മാരെയൊക്കെ പൊക്കണം. അതാരായാലും പൊക്കണം. തികച്ചും ഇന്ത്യക്കുള്ളിൽ ഇരുന്നുകൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുക, ബംഗ്ലാദേശെ സപ്പോർട്ട് ചെയ്യുക, അവരെ ന്യായീകരിക്കുക, ഇമാതിരിപ്പെട്ടവന്മാരെയൊക്കെ തെരഞ്ഞു പിടിച്ച് പൊക്കണം. അത് ആന്റി നാഷണൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് പൊക്കണം. ആ രീതിയിൽ വേണം ഗവൺമെന്റിന് ആക്ഷൻസ് മുന്നോട്ടെടുക്കാൻ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.